CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗവും സൈബർ ബുള്ളിയിങ് പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലെ ദോഷകരമായ പ്രവണതകളും ചെറുക്കുവാൻ രക്ഷിതാക്കൾക്കൊപ്പം സാമൂഹ്യ ജാഗ്രതയോടെ പൊതുസമൂഹവും ഇടപെടണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ബേഠി ബച്ചാവോ ബേഠി പഠാവോ പദ്ധതി ജില്ലാതല ഉദ്ഘാടനം പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കളക്ടർ നിർവഹിച്ചു. ഓട്ടോ വിളിച്ച വാടക ചോദിച്ചതിന് ഡ്രൈവർക്ക് പെരുമ്പിലാവിൽ ക്രൂരമർദ്ദനം. പെരുമ്പിലാവ് അംബേദ്കർ നഗർ പോക്കാക്കില്ലത്ത് പരേതനായ അബൂബക്കർ മകൻ ഷാജഹാനാണ് മർദ്ദനമേറ്റത്. തമിഴ്നാട് സ്വദേശി ചിന്നരാജിനെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. തട്ടകത്തിന്റെ കഥാകാരന് കഥാർച്ചന നടത്തി വിദ്യാർത്ഥികൾ. കോവിലൻ ട്രസ്റ്റും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ മലയാളം വിഭാഗവും ചേർന്നു നടത്തിയ ചടങ്ങിലാണ് തട്ടകത്തെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ കോവിലന്റെ കഥകൾ വായിച്ച് പ്രിയ കഥാകാരന് ആദരമർപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. മുംബൈ ചെമ്പൂർ ശങ്കരാചാര്യ ട്രസ്റ്റ് ഭാരവാഹി കലവായി മാമദേവേന്ദ്രയും ഭാര്യ സരസ്വതിയും ചേർന്നാണ് ആനയെ നടയിരുത്തിയത്. എരുമപ്പെട്ടി നെല്ലുവായി സെന്ററിന് സമീപം ബൈക്കിൽ നിന്നും വീണ് പതിയാരം ആളൂർ വീട്ടിൽ ബോബന് പരിക്കേറ്റു. എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDS 1 അയൽക്കൂട്ടാംഗങ്ങൾക്കായി ലഹരി ബോധവൽക്കരണ ക്ലാസും കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾക്കായി ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ പച്ചക്കറി തൈകളുടെ വിതരണവും നടന്നു. രജത ജൂബിലി നിറവിൽ നിൽക്കുന്ന തിരുവെങ്കിടം പാനയോഗത്തിന്റെ ഈ വർഷത്തെ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 7-ന് പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാഴായ 5 വർഷങ്ങളെന്ന മുദ്രാവാക്യമുയർത്തി BJP നേതൃത്വത്തിൽ പോർക്കുളം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയടത്ത് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം കൃഷിഭവൻ പരിധിയിലുള്ള കർഷകർക്ക് 3500 ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവിൻ തൈകൾ സൗജന്യമായി നൽകി. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ധ്യാന കേന്ദ്രത്തിൽ നടന്നുവന്നിരുന്ന മരിയൻ കൺവെൻഷൻ സമാപിച്ചു. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയായിരുന്നു കൺവെൻഷൻ. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. ഡയാലിസിസ് രോഗികൾക്ക് സഹായഹസ്തവുമായി എരുമപ്പെട്ടി വിഭാഗം പൂരാഘോഷ കമ്മിറ്റി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം വഴി ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്ക് 50,000 രൂപയുടെ മരുന്നുകൾ പൂരാഘോഷ കമ്മിറ്റി സൗജന്യമായി നൽകി. പുത്തൻപള്ളിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഓട്ടോയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെളിയങ്കോട് താമസക്കാരനായ പുന്ന സ്വദേശി വലിയകത്ത് നൌഷാദാണ് മരിച്ചത്. പെരുമ്പടപ്പ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പെരുമ്പിലാവ് അൻസാർ വുമൻസ് കോളേജിൽ ആദ്യവർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി പ്രവേശനോത്സവം നടത്തി. ഗാനരചയിതാവും എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായ റഷീദ് പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.